അടുത്ത ചാപ്റ്റർ സബ്ഡിവിഷൻ ഓഫ് ജേണൽ. നമ്മൾ പഠിച്ചു ട്രാൻസാക്ഷൻസ് എല്ലാം ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ഒരു ചെറിയ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും ജേണലിൽ തന്നെ റെക്കോർഡ് ചെയ്യാം. കാരണം അവിടെ വളരെ കുറച്ച് ട്രാൻസാക്ഷൻസേ ഉണ്ടാവത്തുള്ളൂ. എന്നാൽ വലിയ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ധാരാളം ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒരു ജേണലിൽ എഴുതുക ബുദ്ധിമുട്ടാണ്, ഒരാളെ കൊണ്ട് എഴുതുക ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നപ്പോൾ ഈ ജേണലിനെ സബ് ഡിവൈഡ് ചെയ്തു. ഒരേപോലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു ജേണലിൽ എഴുതും. അങ്ങനെ പല ജേണലുകൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഇതിനെയാണ് സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ജേണലിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു, വിഭജിക്കുന്നു. ഒരേപോലുള്ള ട്രാൻസാക്ഷൻ ഒരു പ്രത്യേക ജേണലിൽ റെക്കോർഡ് ചെയ്യും. ഉദാഹരണത്തിന് ക്യാഷ് ട്രാൻസാക്ഷൻ എല്ലാം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. ഈ ജേണലിനെയാണ് സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്നത്. അതായത് ഓരോ ജേണലിലും ഒരേ തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ജേണലിനെയാണ് സ്പെഷ്യൽ ജേണൽ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് 6 സ്പെഷ്യൽ ജേണലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഒന്ന് ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ജേണൽ പ്രോപ്പർ. ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. കടമായിട്ട് വാങ്ങുന്നത് ക്രെഡിറ്റ് പർച്ചേസ് എല്ലാം പർച്ചേസ് ഡേ ബുക്കിൽ എഴുതും. കടമായിട്ട് വിൽക്കുന്നത് ക്രെഡിറ്റ് സെയിൽസ് എല്ലാം സെയിൽസ് ഡേ ബുക്കിൽ എഴുതും. പർച്ചേസ് റിട്ടേൺസ് എല്ലാം പർച്ചേസ് റിട്ടേൺസ് ബുക്കിൽ എഴുതും. സെയിൽസ് റിട്ടേൺസ് എല്ലാം സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ എഴുതുന്നു. ഇതിലൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ഡേ ബുക്കാണ് ജേണൽ പ്രോപ്പർ. അങ്ങനെ 6 തരം സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ജേണൽ പ്രോപ്പർ. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് സ്പെഷ്യൽ ജേണൽ ഓർ സബ് ഡിവിഷൻ ഓഫ് ജേണൽ. ഇങ്ങനെ ജേണൽ സബ് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതായത് വർക്ക് ലോഡ് കുറയും. ഒരാൾ തന്നെ എല്ലാ ട്രാൻസാക്ഷനും ജേണലിലോട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അയാളുടെ വർക്ക് ലോഡ് കൂടും. അപ്പോൾ ജോലി ഭാരം കുറയുന്നു, സമയലാഭമുണ്ട്. പിന്നെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഡിവിഷൻ ഓഫ് വർക്ക്. തെറ്റുകൾ കുറയുന്നു. അതായത് ക്യാഷ് ബുക്ക് ക്യാഷിയർ മാത്രം എഴുതുന്നു. അപ്പോൾ അയാൾ അതിൽ എക്സ്പെർട്ടാണ്, എഴുതി. അപ്പോൾ അയാൾക്ക് തെറ്റുകൾ കുറവായിരിക്കും. പർച്ചേസ് ഡേ ബുക്ക് വേറൊരാൾ എഴുതുന്നു. അയാൾ അതിൻ്റെ അകത്ത് ക്രെഡിറ്റ് പർച്ചേസ് മാത്രം റെക്കോർഡ് ചെയ്യുന്നു. അയാൾ അത് ചെയ്ത് അയാളും എക്സ്പെർട്ട് ആവുന്നു. അപ്പോൾ തെറ്റുകൾ കുറയുന്നു. അങ്ങനെ സ്പെഷ്യൽ ജേണൽ തെറ്റുകൾ കുറയ്ക്കുന്നതിന് കാരണമാവുന്നു. അടുത്തത് ഇൻഫർമേഷൻ അബൌട്ട് ഈച്ച് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് അവൈലബിൾ. ഒരേപോലുള്ള ട്രാൻസാക്ഷനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും. ഇപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഡേ ബുക്ക് നോക്കിയാൽ എത്ര രൂപയ്ക്ക് സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചു, എത്ര രൂപ നമുക്ക് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. സെയിൽസ് ഡേ ബുക്ക് നോക്കിയാൽ എത്ര രൂപയ്ക്ക് കടമായിട്ട് ഗുഡ്സ് വിറ്റിട്ടുണ്ട്, നമുക്ക് എത്ര എമൗണ്ട് ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അങ്ങനെ സ്പെഷ്യൽ ജേണൽ കൊണ്ടുള്ള ഗുണങ്ങൾ: വർക്ക് ലോഡ് കുറയുന്നു, സമയലാഭമുണ്ട്, വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു, തെറ്റുകൾ കുറയുന്നു, ഓരോ തരത്തിലുള്ള ട്രാൻസാക്ഷൻ്റെ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് നമുക്ക് ലഭ്യമാകും. ഇനി നമുക്ക് ഓരോ സ്പെഷ്യൽ ജേണലിനെ കുറിച്ച് പഠിക്കാം. അതിലൊന്നാമത്തത് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട സബ്സിഡിയറി ബുക്ക് ഓർ സ്പെഷ്യൽ ജേണൽ. ക്യാഷ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് വരുന്നതെല്ലാം ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും, ക്യാഷ് പോകുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണലാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് റെസീപ്റ്റ് എല്ലാം ഡെബിറ്റ് സൈഡിൽ, ക്യാഷ് വരുന്നതെല്ലാം ഡെബിറ്റ് സൈഡിലും ക്യാഷ് പോകുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. ഈ ക്യാഷ് ബുക്കിനെ നമ്മൾ ജേണൽ എന്നും വിളിക്കും, ലെഡ്ജർ എന്നും വിളിക്കും. എന്തുകൊണ്ടാണ് ജേണൽ എന്ന് വിളിക്കാൻ കാരണം? ക്യാഷ് ട്രാൻസാക്ഷൻസ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ബുക്കിലാണ്. ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ബുക്കായത് കാരണം അതിനെ ജേണൽ എന്ന് വിളിക്കുന്നു. ഇനി ഇതിനെ ലെഡ്ജർ എന്ന് വിളിക്കാൻ കാരണം ഇത് വരയ്ക്കുന്നത്, ഒരു ക്യാഷ് ബുക്ക് വരയ്ക്കുന്നത് ഒരു ലെഡ്ജർ പോലെയാണ്. അതുകൊണ്ടാണ് അതിനെ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിനെ ജേണൽ എന്നും വിളിക്കാം, ലെഡ്ജർ എന്ന് വിളിക്കാം. കാരണം ക്യാഷ് ട്രാൻസാക്ഷൻസ് ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ബുക്കായതുകൊണ്ട് അതിനെ ജേണൽ എന്നും, അത് വരയ്ക്കുന്നത് ഒരു ലെഡ്ജർ പോലെ ആയത് കാരണം അതിനെ ലെഡ്ജർ എന്നും വിളിക്കുന്നു. അടുത്തത് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് തന്നെ 3 തരത്തിലുണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്. 3 തരം ക്യാഷ് ബുക്ക് ഉണ്ട്. സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക്. അതിൽ ഫസ്റ്റ് വൺ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് വിച്ച് ഹാസ് ഓൺലി 1 എമൗണ്ട് കോളം ഓൺ ഈച്ച് സൈഡ് ഈസ് എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. 2 സൈഡിൽ ഓരോ എമൗണ്ട് കോളമുള്ള ക്യാഷ് ബുക്കിനെയാണ് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഫോർമാറ്റ് താഴെ കൊടുക്കുന്നു.
അതിൽ ക്യാഷ് വരുന്നതെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതും, ക്യാഷ് പോകുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ. അതിനുശേഷം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. താഴെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. ആദ്യം നമ്മളൊരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കുക. അതിലെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ 2004 ജാനുവരി 1 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹10,000 റുപ്പീസ് ഉണ്ടെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ബിസിനസ്സിലോട്ട് ക്യാഷ് വരുന്നു. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് കോളത്തിൽ എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാപിറ്റൽ. ജേണൽ എൻട്രി നോക്കി എഴുതിയാലും മതി. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം, ക്യാപിറ്റൽ എന്ന് എഴുതണം. അങ്ങനെ ജേണൽ എൻട്രി മനസ്സിൽ വിചാരിച്ച് എഴുതിയാലും ശരിയാണ്. ഇല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നോക്കുക. ബിസിനസ്സിലോട്ട് ക്യാഷ് വരുവാണെങ്കിൽ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ എഴുതണം, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുവാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ. ഇവിടെ സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിലോട്ട് 10,000 രൂപ വരുന്നു. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ 10,000. അടുത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ വാങ്ങി, അപ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുവാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ 1,500 എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഫർണിച്ചർ എന്ന് എഴുതണം. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്, ക്യാഷിന് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയത് ഫർണിച്ചർ. അടുത്ത പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു, അപ്പോഴും ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ 6,000 എഴുതണം, പർട്ടിക്കുലേഴ്സിൽ പർച്ചേസ്. അടുത്ത സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. ഗുഡ്സ് വിറ്റു ക്യാഷിന്, അപ്പോൾ ക്യാഷ് ബിസിനസ്സിലോട്ട് വരുന്നു. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ 3,200 എഴുതണം. ക്യാഷ് വന്നത് എങ്ങനെയാണ്? സെയിൽസ് വഴിയാണ്, അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സെയിൽസ്. ജേണൽ എൻട്രി നോക്കുവാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത കാരണം ഡെബിറ്റ് സൈഡിൽ എഴുതണം. അടുത്ത ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ 3,000 രൂപ കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ 3,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പം ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. ക്യാഷ് പോയത് കാരണം ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ 3,000 എഴുതണം. എങ്ങോട്ടാണ് പോയത്? ബാങ്കിലോട്ട്, അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാങ്ക് എന്ന് എഴുതണം. അടുത്ത ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷിന് വിറ്റു, അപ്പോൾ ക്യാഷ് ബിസിനസ്സിലോട്ട് വന്നു. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ എഴുതണം, പർട്ടിക്കുലേഴ്സിൽ സെയിൽസ്. അടുത്ത പെയ്ഡ് ഫോർ സ്റ്റേഷനറി. സ്റ്റേഷനറി വാങ്ങിച്ചപ്പോൾ ക്യാഷ് പോയി, അപ്പോൾ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ 250 സ്റ്റേഷനറി എന്ന് എഴുതുക. പെയ്ഡ് റെൻറ്റ്. വാടക കൊടുത്തു, ക്യാഷ് പോകുന്നത് കാരണം ക്രെഡിറ്റ് സൈഡിൽ എഴുതണം, റെൻ്റ് എന്ന് എഴുതണം. റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ ക്യാഷാണ് കിട്ടുന്നത്. ക്യാഷ് കിട്ടുന്നത് കാരണം ഡെബിറ്റ് സൈഡിൽ എഴുതണം, കമ്മീഷൻ എഴുതി എമൗണ്ട് കോളത്തിൽ 400. പെയ്ഡ് ടു പ്രകാശ്. പ്രകാശിന് കൊടുത്തു, അപ്പോൾ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോകുന്നു, ക്രെഡിറ്റ് സൈഡിൽ എഴുതുക പ്രകാശ്. റിസീവ്ഡ് ഫ്രം സുഗു. സുഗുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി, ക്യാഷ് കിട്ടുന്നത് കാരണം ഡെബിറ്റ് ക്യാഷ് എമൗണ്ട് കോളത്തിൽ എഴുതുക, സുഗു എന്ന് പർട്ടിക്കുലേഴ്സിൽ എഴുതുക. പെയ്ഡ് സാലറി. ശമ്പളം കൊടുത്തു, അപ്പോൾ ക്യാഷ് പോകുന്നത് കാരണം ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ എഴുതണം, സാലറി. റിസീവ്ഡ് ചെക്ക് ഫോർ ഗുഡ്സ് സോൾഡ്. ഗുഡ്സ് വിറ്റപ്പോൾ ചെക്ക് കിട്ടി. ചെക്ക് കിട്ടുമ്പോൾ എപ്പോഴും ക്യാഷ് കിട്ടിയതായിട്ട് എടുക്കണം. അതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ 500 എഴുതണം, സെയിൽസ് എന്ന് എഴുതുക. ദ ചെക്ക് ഓഫ് ₹500 പെയ്ഡ് ഇൻ ടു ബാങ്ക്. അങ്ങനെ കിട്ടിയ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി. ചെക്ക് കിട്ടിയപ്പോൾ ക്യാഷ് കിട്ടി, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതായിട്ട് എടുക്കണം. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ബാങ്കിലോട്ട് പോയി. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതുക, ബാങ്ക് എന്ന് എഴുതുക. അതിനുശേഷം അത് ബാലൻസ് ചെയ്യണം. എപ്പോഴും ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ബാലൻസ് എമൗണ്ട് കുറവുള്ള സൈഡ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുക. അടുത്ത് ഡബിൾ കോളം ക്യാഷ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമല്ല ഉണ്ടാവുന്നത്, ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉണ്ടാവും. ബാങ്കുമായിട്ട് ധാരാളം ഇടപാടുകൾ എന്നും ഉണ്ടാവുന്നു. ഇങ്ങനെ ക്യാഷ് ട്രാൻസാക്ഷനും ബാങ്കിങ് ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വിളിക്കുന്നത്. ആയതുകൊണ്ട് 2 എമൗണ്ട് കോളം ഉണ്ടായിരിക്കും. ഡെബിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം. ഒരു ക്യാഷ് കോളവും ഒരു ബാങ്ക് കോളവും. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 2 എമൗണ്ട് കോളം ക്യാഷ് ബാങ്ക്, ക്രെഡിറ്റ് സൈഡിൽ 2 എമൗണ്ട് കോളം ക്യാഷ് ബാങ്ക്. ഈ ഡെബിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ ക്യാഷ് വരുന്നതെല്ലാം, ബിസിനസ്സിലോട്ട് ക്യാഷ് വരുന്നതെല്ലാം ഡെബിറ്റ് സൈഡിലെ
ക്യാഷ് കോളത്തിൽ എഴുതണം. ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിന് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നതെല്ലാം എഴുതണം. ഇനി ഡെബിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എഴുതേണ്ടത് ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ചെയ്യുന്നതെല്ലാം ഡെബിറ്റ് ബാങ്ക് കോളത്തിനും ബാങ്ക് ബാലൻസ് കുറയുന്നതെല്ലാം ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എഴുതണം. അതിനുശേഷം ഒരു മാസം അവസാനമാകുമ്പോൾ ക്യാഷ് കോളം ബാലൻസ് ചെയ്യണം, ബാങ്ക് കോളം ബാലൻസ് ചെയ്യണം. ആദ്യം ക്യാഷിൻ്റെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. ക്യാഷിൻ്റെ എപ്പോഴും ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. എന്നിട്ട് ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് മൈനസ് ചെയ്ത് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് എഴുതുക. ബാങ്കിൻ്റെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, കുറവുള്ള സൈഡിൽ എഴുതുക, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുക. ബാങ്കിന് ഡെബിറ്റ് ബാലൻസും വരാം, ക്രെഡിറ്റ് ബാലൻസും വരാം. ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡ് കൂടുതൽ, അപ്പോൾ ഡെപ്പോസിറ്റ് ആയിരിക്കും. ഡെബിറ്റ് ബാങ്ക് കോളം കൂടുക എന്ന് പറയുമ്പോൾ ബാങ്കിലോട്ട് ബാങ്ക് ബാലൻസ് കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് ബാങ്ക് കോളം കൂടുന്നു, അപ്പോൾ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും വരുന്നത്. ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് കോൺട്രാ എൻട്രി. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കോൺട്രാ എൻട്രി. ഒരു ജേണൽ എൻട്രിയുടെ ഡെബിറ്റും ക്രെഡിറ്റും ഒരേ അക്കൗണ്ടിൻ്റെ തന്നെ രണ്ട് സൈഡിൽ എഴുതുവാണെങ്കിൽ അങ്ങനെയുള്ള ജേണൽ എൻട്രിയാണ് കോൺട്രാ എൻട്രി എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ട് രണ്ട് ട്രാൻസാക്ഷനാണ് കോൺട്രാ എൻട്രി വരുന്നത്. ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കും വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്കും. ബാങ്കിൽ നിന്നും ബാങ്കിലോട്ട് പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ബാങ്കിൻ്റെ ഡെബിറ്റ് സൈഡിലും എഴുതണം, ക്രെഡിറ്റ് ക്യാഷ് എമൗണ്ട് കോളത്തിലും എഴുതണം. അടുത്തത് വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് ബിസിനസ്സിലോട്ട് എടുത്തുകൊണ്ട് വന്നു, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഡെബിറ്റ് ക്യാഷ് കോളത്തിൽ എഴുതണം, ക്രെഡിറ്റ് ബാങ്ക് കോളത്തിലും എഴുതണം. ഇങ്ങനെ ഒരു ജേണൽ എൻട്രിയിലെ ഡെബിറ്റും ക്രെഡിറ്റും ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതുവാണെങ്കിൽ അങ്ങനെയുള്ള ജേണൽ എൻട്രിയാണ് കോൺട്രാ എൻട്രി എന്ന് വിളിക്കുന്നത്. രണ്ട് ട്രാൻസാക്ഷനാണ് കോൺട്രാ എൻട്രിയിൽ വരുന്നത്. ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കും വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്കും. ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന ലെറ്ററും റെക്കോർഡ് ചെയ്യണം. അടുത്തായി നമുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. Enter the following transactions in the double column cash book of Ranjit. അതിൽ ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. 2003 മാർച്ച് 1 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ഇൻ ബാങ്കും. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ്, ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ഇടണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എഴുതി, ക്യാഷ് കോളത്തിൽ 300ഉം ബാങ്ക് കോളത്തിൽ 3200. ബാങ്കിന് ഡെബിറ്റ് ബാലൻസും വരാം, ക്രെഡിറ്റ് ബാലൻസും വരാം. ബ്രാക്കറ്റിൽ ക്രെഡിറ്റും തരുവാണെങ്കിൽ ഈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അടുത്ത സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. ഗുഡ്സ് വിറ്റു, ക്യാഷ് വന്നു. അപ്പോൾ ക്യാഷ് വരുമ്പോൾ ഡെബിറ്റ് ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതണം, സെയിൽസ്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് കൊടുത്ത് ഗുഡ്സ് വാങ്ങി, അപ്പോൾ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ എഴുതണം, പർച്ചേസ്. ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, അത് കോൺട്രാ എൻട്രി ആണ്. അപ്പോൾ രണ്ട് സ്ഥലത്തും എഴുതണം. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടി, അപ്പോൾ ഡെബിറ്റ് ബാങ്ക് കോളത്തിൽ എഴുതണം. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി, അതുകൊണ്ട് ക്രെഡിറ്റിലെ ക്യാഷ് കോളത്തിൽ എഴുതണം. എന്നിട്ട് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന് അടയാളപ്പെടുത്തണം. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിൽ കൊണ്ട് പണം ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ ബാങ്ക് ബാലൻസ് കൂടി, അതുകൊണ്ട് ഡെബിറ്റിലെ ബാങ്ക് കോളത്തിൽ നിന്ന് ക്യാഷ് പോയത് കാരണം ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ എഴുതണം. ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി. അടുത്ത വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് വന്നു, അപ്പോൾ ബിസിനസ്സിലോട്ട് ക്യാഷ് വന്നത് കാരണം ഡെബിറ്റ് ക്യാഷ് കോളത്തിൽ എഴുതണം. ബാങ്ക് ബാലൻസ് കുറഞ്ഞത് കാരണം ക്രെഡിറ്റ് ബാങ്ക് കോളത്തിൽ എഴുതണം. ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി. അടുത്ത പർച്ചേസ്ഡ് സ്റ്റേഷനറി വാങ്ങിച്ചു, അപ്പോൾ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയത് കാരണം ക്രെഡിറ്റ് ക്യാഷ് കോളത്തിൽ എഴുതണം. പെയ്ഡ് ടു സഞ്ജയ് ബൈ ചെക്ക്. സഞ്ജയ്ക്ക് കൊടുത്തു, ഒരു ചെക്കാണ് കൊടുത്തത്. ചെക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് ആണ് കുറയുന്നത്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സഞ്ജയ്. റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്, റെൻറ്റ് കൊടുത്തതും ചെക്ക് വഴിയാണ്. ചെക്ക് വഴി കൊടുക്കുമ്പോൾ എപ്പോഴും ബാങ്ക് ബാലൻസ് കുറയും, അതുകൊണ്ട് ക്രെഡിറ്റ് ബാങ്ക് കോളത്തിൽ എഴുതണം, റെൻ്റ് എന്ന് പർട്ടിക്കുലേഴ്സിലും. റിസീവ്ഡ് ചെക്ക് ഫ്രം സൂരജ്, സൂരജിൻ്റെ കയ്യിൽ നിന്നൊരു ചെക്ക് കിട്ടി. ചെക്ക് കിട്ടുമ്പോൾ എപ്പോഴും ക്യാഷ് കിട്ടിയതായിട്ട് എഴുതാം, അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ 2000 എഴുതണം, സൂരജ് എന്ന് പർട്ടിക്കുലേഴ്സ്.
അടുത്തത് ചെക്ക് ഫ്രം സൂരജ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. സൂരജിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചെക്ക് പിറ്റേ ദിവസം ബാങ്കിൽ കൊണ്ടിട്ടു. അത് ക്യാഷ് ഡെപ്പോസിറ്റ്, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാണ്, കോൺട്രാ എൻട്രി ആണ്. ബാങ്ക് ബാലൻസ് കൂടും എന്ന് ഉള്ളത് കൊണ്ട് ഡെബിറ്റ് ബാങ്ക് കോളത്തിലും, ബിസിനസ്സിൽ നിന്ന് ചെക്ക് പോയപ്പോൾ ക്യാഷ് പോയതായിട്ടാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിലും എഴുതണം. അടുത്ത ഡ്രൂ ക്യാഷ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്. സ്വന്തം ആവശ്യത്തിന് ക്യാഷ് എടുത്തു. സ്വന്തം ആവശ്യത്തിന് ക്യാഷ് എടുത്ത് ബിസിനസ്സിൽ നിന്നാണ്, ബാങ്കിൽ നിന്നാണെങ്കിൽ എടുത്ത് പറയും, ഇതൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ ക്യാഷ് എടുത്തത് ബിസിനസ്സിൽ നിന്നാണ്. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയത് കാരണം ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ എഴുതണം. സ്വന്തം ആവശ്യത്തിനായത് കാരണം ഡ്രോയിങ്സ് എന്ന് എഴുതണം. വിഡ്രൂ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ പർപ്പസ്. സ്വന്തം ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. സ്വന്തം ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് കുറയും, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഡ്രോയിങ്സ്. അടുത്ത സാലറീസ് പെയ്ഡ് ബൈ ചെക്ക്. സാലറി കൊടുത്ത് ചെക്ക് വഴിയാണ്, അപ്പോൾ ബാങ്ക് ബാലൻസ് കുറയുന്നു, ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സാലറി. ക്യാഷ് സെയിൽസ്, ക്യാഷിന് വിറ്റു, അപ്പോൾ ക്യാഷ് വന്നു, ഡെബിറ്റ് ക്യാഷ് കോളത്തിൽ എഴുതുക എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സെയിൽസ്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് എന്നാണ്, അപ്പോൾ കോൺട്രാ എൻട്രി ആണ്. ബാങ്ക് ബാലൻസ് കൂടുന്നു, ഡെബിറ്റ് ബാങ്ക് കോളത്തിൽ എഴുതണം, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് ബാങ്കിലോട്ട് പോകുന്നു, അതുകൊണ്ട് ക്രെഡിറ്റ് ക്യാഷ് കോളത്തിൽ എഴുതണം. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക്. നമ്മുടെ ഡെപ്പോസിറ്റിന്മേൽ ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു, അപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടി. ഇൻട്രസ്റ്റൂടെ വരുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടുന്നത് കാരണം ഡെബിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഇൻട്രസ്റ്റ്. അതിനുശേഷം ആദ്യം ക്യാഷ് കോളം ബാലൻസ് ചെയ്യുക. ഡെബിറ്റ് സൈഡിലുള്ള ക്യാഷ് കൂട്ടുക, ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് ടോട്ടൽ ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എഴുതുക. ഇനി അതുപോലെ ബാങ്ക് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, കുറവുള്ള സൈഡിലെത്തി ബാലൻസ് ക്യാരി ഡൗൺ. ബാങ്കിന് ഡെബിറ്റ് സൈഡും കൂടാം, ക്രെഡിറ്റ് സൈഡും കൂടാം. ഇങ്ങനെയാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. പ്രിപ്പയർ വിത്ത് ക്യാഷ് ആൻഡ് ബാങ്ക് കോളം ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. 2003 April 1st. ബാലൻസ് ഓഫ് ക്യാഷ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുമ്പോൾ കയ്യിലുള്ള ക്യാഷ് 1100. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എഴുതി ക്യാഷ് കോളത്തിൽ 1100 എഴുതണം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത്, അപ്പോൾ ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എഴുതി ബാങ്ക് കോളത്തിൽ. അപ്പോൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ രണ്ട് സൈഡിലും എഴുതണം, ഡെബിറ്റ് സൈഡിലും എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ. ഡെബിറ്റ് സൈഡിൽ എഴുതി ക്യാഷ് കോളത്തിലും എഴുതണം, ക്രെഡിറ്റ് സൈഡിൽ എഴുതി ബാങ്ക് കോളത്തിൽ എഴുതണം. അടുത്തത് ക്യാഷ് സെയിൽസ്. ക്യാഷിന് വിറ്റു, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് വന്നു, അപ്പോൾ ക്യാഷ് വന്നു കാരണം ഡെബിറ്റ് ക്യാഷ് കോളത്തിൽ എഴുതുക, പർട്ടിക്കുലേഴ്സിൽ സെയിൽസ്. ക്യാഷ് പർച്ചേസ്, ക്യാഷിന് വാങ്ങിച്ചു, അപ്പോൾ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോകുന്ന കാരണം ക്രെഡിറ്റ് ക്യാഷ് കോളത്തിൽ എഴുതണം, പർട്ടിക്കുലേഴ്സിൽ പർച്ചേസ്. പെയ്ഡ് ഇറ്റ് കുര്യൻ ബൈ ചെക്ക്. കുര്യന് കൊടുത്തു, ചെക്കാണ് കൊടുത്തത്, ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്ക് ബാലൻസ് കുറയും, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കുര്യൻ. വിഡ്രൂ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു, അപ്പോൾ ബിസിനസ്സിലോട്ട് ക്യാഷ് വന്നു, ബാങ്ക് ബാലൻസ് കുറഞ്ഞു, കോൺട്രാ എൻട്രി ആണ്. ബിസിനസ്സിലോട്ട് ക്യാഷ് വന്നത് കാരണം ഡെബിറ്റ് ക്യാഷ് കോളത്തിൽ എഴുതണം, ബാങ്ക് ബാലൻസ് കുറഞ്ഞത് കാരണം ക്രെഡിറ്റ് ബാങ്ക് കോളത്തിൽ എഴുതണം, ലെഡ്ജർ ഫോളിയോ കോളത്തിൽ സി എന്ന് റെക്കോർഡ് ചെയ്യുക. പേഴ്സണൽ ഡ്രോയിങ്സ് ഫ്രം ബാങ്ക്. സ്വന്തം ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് എടുത്തു, അപ്പോൾ ബാങ്ക് ബാലൻസ് കുറഞ്ഞു, ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഡ്രോയിങ്സ്. പെയ്ഡ് ക്യാരിയേജ് ബൈ ചെക്ക്. ക്യാരിയേജ് കൊടുത്തത് ചെക്കാണ് കൊടുത്തത്, ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്ക് ബാലൻസ് കുറയും, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാരിയേജ്. അടുത്ത റിസീവ്ഡ് ചെക്ക് ഫ്രം സ്വാമി. സ്വാമിയുടെ കയ്യിൽ നിന്നൊരു ചെക്ക് കിട്ടി. ചെക്ക് കിട്ടുമ്പോൾ എപ്പോഴും ക്യാഷ് കിട്ടിയതായിട്ട് എഴുതിയാൽ മതി, അതുകൊണ്ട് ഡെബിറ്റിലെ ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സ്വാമി. ചെക്ക് ഫ്രം സ്വാമി സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷൻ. സ്വാമിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചെക്ക് പിറ്റേ ദിവസം കളക്ഷന് കൊടുത്തു. കളക്ഷന് കൊടുക്കുമ്പോൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത പോലെ എഴുതിയാൽ മതി, കോൺട്രാ എൻട്രി ആണ്. ബാങ്ക് ബാലൻസ് കൂടുന്നു, ക്യാഷ് പോകുന്നു. ബാങ്ക് ബാലൻസ് കൂടുന്നത് കാരണം ഡെബിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എഴുതണം, ക്യാഷ് പോകുന്നത് കാരണം ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ. ഡെബിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതുമ്പോൾ പർട്ടിക്കുലേഴ്സിൽ ക്യാഷ് എന്ന് എഴുതും, ക്രെഡിറ്റ് സൈഡിലെ ക്യാഷിൽ എഴുതുമ്പോൾ പർട്ടിക്കുലേഴ്സിൽ ബാങ്ക് എന്ന് എഴുതും. കോൺട്രാ എൻട്രിക്ക് അങ്ങനെ എഴുതുന്നത്. അടുത്ത പെയ്ഡ് ഇലക്ട്രിക് ചാർജസ്.
ഇലക്ട്രിക് ചാർജസ് കൊടുത്തപ്പോൾ ക്യാഷ് പോയത് കാരണം ക്രെഡിറ്റ് സൈഡിലെ ക്യാഷ് കോളത്തിൽ. ചെക്ക് റിസീവ്ഡ് ഫ്രം ടോം സെൻഡ് ഇറ്റ് കളക്ഷൻ ത്രൂ ബാങ്ക്. ടോമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചെക്ക് ബാങ്കിലെ കളക്ഷന് വേണ്ടി അയച്ചു. അപ്പോൾ സെയിം ഡേറ്റിൽ തന്നെയാണ് ടോമിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടി. അന്ന് തന്നെ ബാങ്കിലിടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ടോം എന്ന് മതി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ടോം. ബാങ്ക് ബാലൻസ് കൂടുന്നതായിട്ട് കാണിച്ച് ഡെബിറ്റ് ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ടോം. ചെക്ക് കിട്ടിയ അന്ന് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു കസ്റ്റമറാണ്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ടോം. അപ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ഡെബിറ്റ് ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം, ടോം എന്ന് എഴുതണം. അടുത്ത വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ്. ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു, ഓഫീസിലോട്ടാണ്. അത് കൗണ്ടർ എൻട്രി ആണ്. ബിസിനസ്സിലോട്ട് ക്യാഷ് വന്നു, ക്യാഷിൻ്റെ ഡെബിറ്റ് കോളത്തിൽ എഴുതണം. ബാങ്ക് ബാലൻസ് കുറഞ്ഞ കാരണം ബാങ്കിൻ്റെ ക്രെഡിറ്റ് കോളത്തിൽ എഴുതണം. ദ ചെക്ക് ഫ്രം ടോം റിട്ടേൺഡ് ഡിസോണേഡ്. ടോമിൻ്റെ ചെക്ക് കൊടുത്തപ്പം അത് ഡിസോണറായി, അതിൻ്റെ കളക്ഷൻ വന്നില്ല, അയാളുടെ അക്കൗണ്ടിൽ കാശില്ലായിരുന്നു. അപ്പോൾ ചെക്ക് ഡിസോണർ ആകുമ്പോൾ ജേണൽ എൻട്രി, ആദ്യം നമ്മൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പം ജേണൽ എൻട്രി ചെയ്തത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ടോം ആണ്. ഡിസോണർ ആകുമ്പോൾ അത് നേരെ തിരിച്ചു വരും. ടോം അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. ടോം അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ബാങ്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ടോം എന്ന് എഴുതണം. അടുത്ത പെയ്ഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, കൗണ്ടർ എൻട്രി ആണ്. ബാങ്ക് ബാലൻസ് കൂടുന്നത് കാരണം ഡെബിറ്റ് സൈഡിലെ ബാങ്ക് കോളത്തിൽ എഴുതണം. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്ന കാരണം ക്രെഡിറ്റ് സൈഡിലുള്ള ക്യാഷ് കോളത്തിൽ എഴുതണം. അടുത്ത ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ പാസ്ബുക്ക്. ബാങ്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് സർവീസ് ചാർജ് എടുക്കുന്നു. അപ്പോൾ അതിനെയാണ് ബാങ്ക് ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയുന്നു. അതുകൊണ്ട് ക്രെഡിറ്റ് ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതണം, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ബാങ്ക് ചാർജസ്. അതിനുശേഷം ആദ്യം ക്യാഷ് ബാലൻസ് ചെയ്യുക, ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കുറവുള്ള സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് കുറവുള്ള സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എഴുതുക. ഇങ്ങനെയാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. അടുത്തത് പെറ്റി ക്യാഷ് ബുക്ക്. പെറ്റി എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക്. ഇതൊരു പെറ്റി ക്യാഷിയറാണ് ഇത് തയ്യാറാക്കുന്നത്. മെയിൻ ക്യാഷിയർ എല്ലാ മാസവും ആദ്യം ഒരു ഫിക്സഡ് എമൗണ്ട് പെറ്റി ക്യാഷിയർക്ക് കൊടുക്കുന്നു. അയാൾ ആ എമൗണ്ട് വെച്ചുകൊണ്ട് ആ മാസത്തെ പെറ്റി എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നു. പെറ്റി എക്സ്പെൻസ് എല്ലാം ചിലവാക്കുന്നു. അതിനുശേഷം ചിലവാക്കിയ എമൗണ്ട് എത്രയാണെന്ന് പെറ്റി ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അതിൻ്റെ ഒരു ഫോർമാറ്റ് താഴെ കൊടുക്കുന്നുണ്ട്. ഇവിടെ എമൗണ്ട് റിസീവ്ഡ് ലെഫ്റ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ എഴുതണം, ഡേറ്റ് ഇടണം, പർട്ടിക്കുലേഴ്സ്, പിന്നെ വൗച്ചർ നമ്പർ, ടോട്ടൽ പേയ്മെൻറ്റ്സ്. അതിനുശേഷം കുറേ അഡീഷണൽ കോളം കൂടി വരയ്ക്കണം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ വെനസ്ഡേ the 1st February 2002 a petty cashier is paid ₹200 as ഇംപ്രസ്ഡ് മണി. പെറ്റി ക്യാഷിയർക്ക് 200 രൂപയാണ് ഇംപ്രസ്ഡ് മണി എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിൻ്റെ ആദ്യം അയാളുടെ കയ്യിലുണ്ടാവുന്ന എമൗണ്ട്, ഫിക്സഡ് എമൗണ്ടിനെയാണ് ഇംപ്രസ്ഡ്. അങ്ങനെ അയാൾക്ക് പണം കിട്ടുമ്പം അയാൾ എഴുതും എമൗണ്ട് റിസീവ്ഡ് എന്ന കോളത്തിൽ 200 എഴുതും, ഡേറ്റ് ഇടണം 2002 February 1, പർട്ടിക്കുലേഴ്സിലെ ക്യാഷ് എന്ന് എഴുതണം. എമൗണ്ട് കിട്ടുമ്പോൾ ഇടതുവശത്തുള്ള എമൗണ്ട് റിസീവ്ഡ് കോളത്തിലാണ് എഴുതേണ്ടത്, ഡേറ്റ് കോളത്തിൽ ഓപ്പണിംഗ് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ക്യാഷ്. ഇനി അയക്കുണ്ട് ആ മാസം ഉണ്ടാവുന്ന പെറ്റി എക്സ്പെൻസ് ആണ് താഴെ തന്നിരിക്കുന്നത്. സ്റ്റേഷനറി, ടാക്സി ഫെയർ, പോസ്റ്റേജ്, കാർട്ടേജ്, അതെല്ലാം പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അങ്ങ് എഴുതുക. എന്നിട്ട് ടോട്ടൽ പേയ്മെൻറ്റ്സ് കോളത്തിൽ എമൗണ്ട് എഴുതുക. അതിനുശേഷം എല്ലാ പെറ്റി എക്സ്പെൻസ് എഴുതുക. ടോട്ടൽ പേയ്മെൻറ്റ്സ് ഒരു മാസം കഴിയുമ്പോൾ, അതായത് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഫെബ്രുവരി 28 വരെ ഉള്ളത് എഴുതുക. അതിനുശേഷം ഫെബ്രുവരിയിലെ പെറ്റി എക്സ്പെൻസ് ടോട്ടൽ ചെയ്യണം. അപ്പോൾ 184 വന്നു. അയാൾക്ക് ആകെ 200 റുപ്പീസാണ് കയ്യിലുള്ളത്. 184 കുറച്ച് ബാക്കി അയാളുടെ കയ്യിൽ 16 റുപ്പീസ് ഉണ്ട്. അതാണ് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതേണ്ടത്. അത് അടുത്ത മാസം ആദ്യം മാർച്ച് 1 ബ്രോ ഡൗൺ ആയിട്ട് ഇടതുവശത്ത് എമൗണ്ട് റിസീവ്ഡ് കോളത്തിൽ എഴുതണം. തൊട്ട് താഴെയായി ക്യാഷ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസം ചിലവായ 184 രൂപ കൂടി അയാൾക്ക് കിട്ടും.
അങ്ങനെ മാർച്ച് 1-ാം തീയതി കഴിഞ്ഞ മാസത്തെ മിച്ചം 16 രൂപയുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം ചിലവായ എമൗണ്ട് കൂടി മെയിൻ ക്യാഷ്യർ 184 രൂപ കൊടുക്കുന്നു. അങ്ങനെ 200 രൂപ മാർച്ച് 1-ലും അയാളുടെ കയ്യിലുണ്ടായിരിക്കും. ഇനി വലതുവശത്തായി ഒരു അഡീഷണൽ കോളം വരയ്ക്കണം. സാധാരണയായിട്ടുണ്ടാവുന്ന പെറ്റി എക്സ്പെൻസ്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ട്രാവലിംഗ് എക്സ്പെൻസ്, ക്യാരിയേജ് ആണ്. അതിന് ഓരോന്നിനും സെപ്പറേറ്റ് എത്ര എമൗണ്ട് ആയി എന്ന് അറിയുന്നതിനാണ് അനലിറ്റിക്കൽ കോളം വരയ്ക്കുന്നത്, അഡീഷണൽ കോളം വരയ്ക്കുന്നത്. ഇതിലൊന്നും ഉൾപ്പെടാതെ ചില ഐറ്റം ഉണ്ടെങ്കിൽ അതിനാണ് മിസലേനിയസ് കോളം വരയ്ക്കുന്നത്, മിസലേനിയസ് എമൗണ്ട് വരയ്ക്കുന്നത്. ഇപ്പോൾ സ്റ്റേഷനറി ₹12 ആണ്, അത് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിൽ എഴുതുക. ടാക്സി ഫെയർ ഉണ്ട്, അത് ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ കോളത്തിൽ എഴുതുക. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് കോളം വരയ്ക്കുക. അവസാനം അത് ടോട്ടൽ ചെയ്യുക. ഓരോ മാസവും പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എത്രയുണ്ടായി, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എത്രയാണ് ഉണ്ടായത്, ട്രാവലിംഗ് എക്സ്പെൻസ് എത്രയാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് മറക്കരുത്. ബാക്കിയുള്ള ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ്. എമൗണ്ട് കിട്ടുന്നത് ഇടതുവശത്ത് എഴുതണം, ബാക്കി വലതുവശത്ത് പേയ്മെൻറ്റ്സ് എല്ലാം എഴുതുക, ബാലൻസ് ചെയ്യുക, അഡീഷണൽ കോളം വരയ്ക്കുക, അതിൽ റെക്കോർഡ് ചെയ്യുക, അഡീഷണൽ കോളം ടോട്ടൽ ചെയ്യുക. ഇതാണ് ഒരു പെറ്റി ക്യാഷ് ബുക്ക്. അടുത്ത സ്പെഷ്യൽ ജേണലാണ് പർച്ചേസ് ഡേ ബുക്ക്. ക്രെഡിറ്റ് പർച്ചേസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഡേ ബുക്കിനെയാണ് പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. കടമായിട്ട് ഗുഡ്സ് വാങ്ങിച്ചത് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ. ക്യാഷ് പർച്ചേസ് റെക്കോർഡ് ചെയ്യത്തില്ല, ഇതിൽ അസറ്റ് വാങ്ങുന്നതും റെക്കോർഡ് ചെയ്യത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് പർച്ചേസ് മാത്രം, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് മാത്രം, കടമായിട്ട് ഗുഡ്സ് വാങ്ങുന്നത് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ. അതിൻ്റെ ഒരു ഫോർമാറ്റ് താഴെ കൊടുത്തിരിക്കുന്നു. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് സപ്ലയർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ഇൻവോയ്സ് നമ്പർ. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻവോയ്സ് നോക്കിയാണ്, അത് സൂക്ഷിച്ച് വെച്ചേക്കും, അത് നോക്കിയാണ് ഒരു പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുക. റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ പർച്ചേസ് ജേണൽ ഓഫ് സാജ് ഏജൻസീസ്. സാജ് ഏജൻസീസിൻ്റെ പർച്ചേസ് ജേണൽ തയ്യാറാക്കണം. 2003 ജാനുവരി 1 പർച്ചേസ് ഫ്രം ശ്രീരാം ഇലക്ട്രിക്കൽസ്. ശ്രീരാം ഇലക്ട്രിക്കൽസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു 30 ഫിലിപ്സ് ട്യൂബ് ലൈറ്റ്സ് അറ്റ് എ റേറ്റ് ഓഫ് ₹100. 30 ട്യൂബ് ലൈറ്റ് വാങ്ങിച്ചു, ഒരെണ്ണത്തിൻ്റെ വില 100. 10 ഖെയ്ത്താൻ സീലിംഗ് ഫാൻ വാങ്ങി, ഒരെണ്ണത്തിൻ്റെ വില 800. അപ്പോൾ നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ എഴുതും. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതണം. നെയിം ഓഫ് സപ്ലയർ, ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്, ശ്രീരാം ഇലക്ട്രിക്കൽസ് എന്ന് എഴുതി. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് താഴെ എഴുതണം. 30 ട്യൂബ് ലൈറ്റ്, ഒരെണ്ണത്തിൻ്റെ വില 100, അങ്ങനെ 3000. 10 ഖെയ്ത്താൻ ഫാൻ, ഒരെണ്ണത്തിൻ്റെ വില 800, അങ്ങനെ 8000. ശ്രീരാം ഇലക്ട്രിക്കൽസിനാകെ 11,000 കൊടുക്കണം, അത് എമൗണ്ട് കോളത്തിൽ എഴുതുക. അടുത്തത് പർച്ചേസ് ഫ്രം ഇസ്മയിൽ ആൻഡ് സൺസ്. ഇസ്മയിൽ ആൻഡ് സൺസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, അപ്പോൾ നമ്മൾ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ഇടണം. നെയിം ഓഫ് സപ്ലയർ കോളത്തിൽ ഇസ്മയിൽ ആൻഡ് സൺസ് എഴുതണം. അയാളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയാണോ വാങ്ങിയത് അത് എഴുതുക, അതിൻ്റെ എമൗണ്ട് എഴുതുക. അടുത്തത് പർച്ചേസ് ഫ്രം കൊയിലോൺ റേഡിയോ സർവീസസ്. അപ്പോൾ കൊയിലോൺ റേഡിയോ സർവീസ് എന്ന് എഴുതുക. 10 ടേബിൾ ഫാൻ 1200 വെച്ച് 12,000. 20 ഇലക്ട്രിക് കെറ്റിൽസ് വാങ്ങിച്ചു, ഒരെണ്ണത്തിൻ്റെ വില 90 ആണ്. അപ്പോൾ 90 × 20 1800, അങ്ങനെ 13,800. അതിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്. 13,800ൻ്റെ 10% കുറയ്ക്കണം. 13,800 × 10/100 കണ്ടുപിടിക്കുക. 1380 കുറച്ച് ബാക്കി ഇനി അയക്ക് കൊടുക്കാനുള്ളത് 12,420. അടുത്ത പർച്ചേസ് ഫ്രം KC ആൻഡ് കമ്പനിയാണ്. അപ്പം നെയിം ഓഫ് സപ്ലയറുടെ അവിടെ KC ആൻഡ് കമ്പനി. അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് 20 ഇലക്ട്രിക് ഹീറ്റർ, ഒരെണ്ണത്തിൻ്റെ വില 400 ആണ്. അപ്പോൾ 20 × 400 8000. 10 ഇലക്ട്രിക് സ്റ്റൗ ആണ്, ഒരെണ്ണത്തിൻ്റെ വില 120. അപ്പം 120 × 10 1200, അങ്ങനെ ആകെ 9200 അയക്ക് കൊടുക്കേണ്ടത്. അത് എമൗണ്ട് കോളത്തിൽ എഴുതുക. അടുത്തത് പർച്ചേസ് ഫ്രം ബജാജ് ഏജൻസീസ്. നെയിം ഓഫ് സപ്ലയർ ബജാജ് ഏജൻസി. അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് 50 ട്യൂബ് ലൈറ്റ് 140 രൂപ വെച്ച് 50 × 140 7000.
7000-ന് 5% ട്രേഡ് ഡിസ്കൗണ്ട്. 7000 × 5/100 350, കുറച്ച് ബാക്കി 6650 എഴുതുക. അതിനുശേഷം എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. പർച്ചേസ് ബുക്ക് നോക്കുമ്പോൾ അറിയാം, ശ്രീരാം ഇലക്ട്രിക്കൽസിന് 11,000 കൊടുക്കാനുണ്ട്, ഇസ്മയിലിന് 1620 ഉണ്ട്, കൊയിലോൺ റേഡിയോ സർവീസിന് 12,420, KC& കമ്പനിക്ക് 9,200, ബജാജ് ഏജൻസീസ്ക്ക് 6,650. അങ്ങനെ ആകെ 40,890 ടോട്ടൽ ക്രെഡിറ്റേഴ്സ്, നമ്മൾ പണം കൊടുക്കാനുള്ളവർ. അടുത്ത സെയിൽസ് ഡേ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണൽ. ക്രെഡിറ്റ് സെയിൽസ് മാത്രം റെക്കോർഡ് ചെയ്യുന്ന ജേണലാണ് സെയിൽസ് ജേണൽ. കടമായിട്ട് ഗുഡ്സ് വിറ്റത് മാത്രമേ ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാവുള്ളൂ. ക്യാഷിന് വിറ്റതും എടുക്കരുത്, അസറ്റ് വിറ്റതും ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ഇൻവോയ്സ് ആണ്. അതിൻ്റെ ഒരു ഫോർമാറ്റ് താഴെ കൊടുക്കുന്നു. ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, നെയിം ഓഫ് കസ്റ്റമറാണ്. നമ്മൾ ആർക്കൊക്കെയാണ് കടമായിട്ട് ഗുഡ്സ് വിറ്റത് അവരുടെ പേര് എഴുതണം. ലെഡ്ജർ ഫോളോ എമൗണ്ട്. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ സെയിൽസ് ഡേ ബുക്ക് ഓഫ് കൊച്ചിൻ ഫർണിച്ചർ. കൊച്ചിൻ ഫർണിച്ചർ എന്ന ബിസിനസ്സുകാരൻ്റെ സെയിൽസ് ഡേ ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നോക്കുക. 2003 April 3 സോൾഡ് ഓൺ ക്രെഡിറ്റ് മഹേഷ് ആൻഡ് കമ്പനി. അപ്പം സെയിൽസ് ഡേ ബുക്ക് വരയ്ക്കുക. ഡേറ്റ്, നെയിം ഓഫ് കസ്റ്റമർ, ലെഡ്ജർ ഫോളിയോ, ഇൻവോയ്സ്, എമൗണ്ട്. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ഇടുക. നെയിം ഓഫ് കസ്റ്റമർ കോളത്തിൽ മഹേഷ് ആൻഡ് കമ്പനി എന്ന് എഴുതുക. എന്തൊക്കെയാണ് അയാൾക്ക് വിറ്റതെന്ന് താഴെ എഴുതണം. 4 ടേബിളാണ്. ഒരെണ്ണത്തിൻ്റെ വില 3000 വെച്ച്. 3000 × 4 12,000. 20 ചെയർ 300 രൂപ വെച്ച്. 20 × 300 6000. അങ്ങനെ മഹേഷ് ആൻഡ് കമ്പനിയിൽ നിന്ന് നമുക്ക് 18,000 കിട്ടാനുണ്ട്. എമൗണ്ട് കോളത്തിൽ 18,000. അടുത്തത് April 9 സോൾഡ് ടു രവീന്ദ്ര ട്രേഡേഴ്സ്. സോൾഡ് ടു രവീന്ദ്ര ട്രേഡേഴ്സ്. അപ്പോൾ ഡേറ്റ് കോളത്തിൽ April 9. നെയിം ഓഫ് കസ്റ്റമർ രവീന്ദ്ര ട്രേഡേഴ്സ്. അയാൾക്ക് എന്തൊക്കെയാണ് വിറ്റതെന്ന് നോക്കുകയെ. 5 ടേബിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹3,600. 5 ടേബിൾ. ഒരെണ്ണത്തിൻ്റെ വില 3,600. അപ്പോൾ 3,600 × 5 18,000. പിന്നെ വാങ്ങിച്ചത് 3 റിവോൾവിംഗ് ചെയറാണ്. അറ്റ് ദ റേറ്റ് ഓഫ് ₹800. ഒരെണ്ണത്തിൻ്റെ വില 800 വെച്ച്. 3 റിവോൾവിംഗ് ചെയർ. അപ്പോൾ 800 × 3 2400. ആകെ 20,400 കിട്ടാനുള്ളത്. നമ്മളൊരു ഡിസ്കൗണ്ട് കൊടുത്തേക്ക് 10%. 20,400 രൂപയുടെ സാധനം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ 10% കുറച്ച് കൊടുത്തു. അപ്പോൾ 20,400 × 10/100 2040 വരും. ആ ഡിസ്കൗണ്ട് കുറച്ച് ബാക്കി ഇനി അയാൾ തന്നാൽ മതി. 18,360. അടുത്തത് April 18 സോൾഡ് ടു ജയമാത ഏജൻസീസ്. ജയമാത ഏജൻസീസ് എന്തൊക്കെയാണ് വിറ്റതെന്ന് എഴുതുക. ടോട്ടൽ ചെയ്ത് എഴുതുക. അതുപോലെ April 28 സോൾഡ് ടു SP ട്രേഡേഴ്സ്. SP ട്രേഡേഴ്സ് എഴുതുക. അയാൾക്ക് വിറ്റ സാധനങ്ങളുടെ എമൗണ്ട് എഴുതുക. എമൗണ്ട് കോളത്തിൽ എഴുതുക. അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് നോക്കിയാൽ ഓരോ ഡെറ്ററിൻ്റെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ട് കിട്ടാനുണ്ട്. മഹേഷ് ആൻഡ് കമ്പനി നമ്മുടെ ഒരു സൺഡേ ഡെറ്ററാണ്. അയാൾ നമുക്ക് 18,000 തരാനുണ്ട്. രവീന്ദ്ര ട്രേഡേഴ്സ് 18,360. ജയമാത ഏജൻസീസ് 16,000 തരാനുണ്ട്. SP ട്രേഡേഴ്സ് 18,800. അങ്ങനെ ആകെ സൺഡേ ഡേറ്റേഴ്സ് 71,160. ഇങ്ങനെയാണ് ഒരു സെയിൽസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്കാണ്. നമ്മൾ വാങ്ങിച്ച സാധനം ക്വാളിറ്റി കുറവായതോ ഡാമേജ്ഡ് ആണെങ്കിൽ നമ്മളത് തിരിച്ചയക്കും. അങ്ങനെ ആർക്കൊക്കെയാണ് ഗുഡ്സ് തിരിച്ചയച്ചത്, ഏതെല്ലാം ഗുഡ്സാണ് തിരിച്ചയച്ചതെന്ന് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്ക്. ഇത് തയ്യാറാക്കുന്നതിനുള്ള സോഴ്സ് ഡോക്യുമെൻ്റ് ഡെബിറ്റ് നോട്ടാണ്. അതായത് ഗുഡ്സ് തിരിച്ചയക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റോടെ അയക്കും. സപ്ലയേഴ്സിനാണ് ഗുഡ്സ് തിരിച്ചു കൊടുക്കുന്നത്. അയാളുടെ അക്കൗണ്ട് സപ്ലയേഴ്സിൻ്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്കിൻ്റെ സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട്. ഗുഡ്സ് തിരിച്ചയക്കുമ്പോൾ അതിൻ്റെ കൂടെ അയക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഡെബിറ്റ് നോട്ട്. അതിൻ്റെ ഒരു കോപ്പി നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നു. ഈ ഡെബിറ്റ് നോട്ട് നോക്കിയാണ് പർച്ചേസ് റിട്ടേൺസ് ബുക്ക് തയ്യാറാക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കും. അതിൻ്റെ ഒരു ഫോർമാറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്, ഡെബിറ്റ് നോട്ട്, നെയിം ഓഫ് സപ്ലയർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. Enter the following transactions in the purchase returns book of Saj Agencies.
2003 ജാനുവരി 6 റിട്ടേൺഡ് ടു ശ്രീരാം ഇലക്ട്രിക്കൽസ്. ശ്രീരാം ഇലക്ട്രിക്കൽസിന് തിരിച്ചു കൊടുത്തു. 2 ഖെയ്ത്താൻ ഫാനാണ്. ഒരെണ്ണത്തിൻ്റെ വില 800 വെച്ച് 2 എണ്ണം തിരിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ പർച്ചേസ് റിട്ടേൺസ് ബുക്ക് വരയ്ക്കുന്നു. ഡേറ്റ്, ഡെബിറ്റ് നോട്ട് നമ്പർ, നെയിം ഓഫ് ദ സപ്ലയർ, ലെജർ ഫുള്ളി, എമൗണ്ട്. ഡേറ്റിൽ 2003 ജാനുവരി 6 തിരിച്ചു കൊടുത്തത് ആർക്കാ? ശ്രീരാം ഇലക്ട്രിക്കൽസ്. എന്തൊക്കെയാണ് കൊടുത്തത്? 2 ഖെയ്ത്താൻ ഫാൻ അറ്റ് ദ റേറ്റ് ഓഫ് ₹800. അപ്പോൾ 1600, 800 × 2 1600. അടുത്ത ജാനുവരി 29 റിട്ടേൺ ടു KC&C കമ്പനി. KC&C കമ്പനിക്ക് തിരിച്ചു കൊടുത്തു. അയക്ക് 2 ഇലക്ട്രിക് ഹീറ്റർ, ഒരെണ്ണത്തിൻ്റെ വില 400. അപ്പോൾ എഴുതണം KC&C കമ്പനി 2 ഇലക്ട്രിക് ഹീറ്റർ അറ്റ് ദ റേറ്റ് ഓഫ് ₹400. 400 × 2 800. പിന്നെ ഇലക്ട്രിക് സ്റ്റൗ 2 എണ്ണം തിരിച്ചു കൊടുത്തു. ഒരെണ്ണത്തിൻ്റെ വില 120. അങ്ങനെ 240. അപ്പോൾ KC&C കമ്പനിക്ക് 1040 രൂപയുടെ ഗുഡ്സ് തിരിച്ചയച്ചു. ശ്രീരാം ഇലക്ട്രിക്കൽസിന് 1600 രൂപയുടെ